125.64 കോടിയുടെ മദ്യമാണ് പുതുവത്സരാഘോഷത്തിനായി ബെവ്കോ വിറ്റത്. കൊച്ചിയാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങളിലായി ഏറ്റവും മുൻപന്തിയിൽ. ഒന്നാം സ്ഥാനത്തായി കടവന്ത്ര ഔട്ട്ലെറ്റും രണ്ടാമതായി രവിപുരം ഔട്ട്ലെറ്റും മൂന്നാം സ്ഥാനം നേടി എടപ്പാളിലെ കുറ്റിപ്പാല ഔട്ട്ലെറ്റും. രാജ്യം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനവുമായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ 2027 ഓഗസ്റ്റ് 15-നകം പൂർണ്ണമായും തയ്യാറാകുമെന്നും അതിനുശേഷം ഉടൻ തന്നെ യാത്രക്കാർക്ക് തുറന്നുകൊടുക്കുമെന്നും റെയിൽവേ മന്ത്രി പറഞ്ഞു. അരവണ പ്രതിസന്ധിയിൽ മകരവിളക്ക് കാലം. ഒരാൾക്ക് 20 ടിൻ മാത്രം. നിരാശയോടെ ഭക്തർ. വിൽപ്പനയുടെ അളവ് അടിസ്ഥാനമാക്കി വരും ദിവസങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബംഗളൂരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ദക്ഷിണ മേഖല അന്തർ സർവകലാശാല വനിതാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ അവസാനിക്കും. ബംഗളൂരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ ക്യാമ്പസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ ആഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ദക്ഷിണേന്ത്യയിലുടനീളമുള്ള സർവകലാശാലകളെ പ്രതിനിധീകരിക്കുന്ന ആകെ 88 വനിതാ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. പാലിൽ ചേർത്ത വെള്ളം വിഷമായി മാറി. 5.5 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. സംഭവം നടന്നത് വൃത്തിയുടെ നഗരം എന്നറിയപ്പെടുന്ന ഇൻഡോറിൽ. അമ്മയ്ക്ക് മുലപ്പാൽ കുറവായതിനാൽ പാക്കറ്റ് പാലിനൊപ്പം ടാപ്പ് വെള്ളം ചേർത്തതാണ് കുഞ്ഞിന്റെ മരണത്തിന് കാരണമായത്.